എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രേണു സുധിയുടെ വീഡിയോ ആണ്. ഫേസ്ബുക്കിൽ കണ്ടാണ് ലിപ് ലോക്ക് വിഷയത്തിൽ സെറ്റിൽ നല്ല തർക്കം നടക്കുന്നത്. ലിപ് ലോക്ക് ചെയ്യില്ല എന്നുള്ളതാണ് തർക്കത്തിലേത്. അപ്പം രേണു സുധി ലിപ് ലോക്കിനെ കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ നേരത്തെ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുകയല്ല, ഉമ്മ വെക്കുന്നതന്നെ എനിക്ക് പണക്കാം, പിന്നല്ലേ ലിപ് ലോക്ക് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അവർ നേരത്തെ തന്നെ. അതൊന്ന് ആദ്യം കേട്ടു തുടങ്ങാം. ഉമ്മയോടെ താല്പര്യമില്ല, പിന്നെ അങ്ങനെ ലിപ് ലോക്ക് അല്ല, അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പായിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ, ഒരു പാട്ടിനകത്ത്, അത് ഏത് പാട്ട്, ലിപ് ലോക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തന്നെ മുട്ടിയില്ല എന്നുള്ളൊരു സീനില് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് അതൊന്നും ഇന്ന് മുഴുവൻ സമയം യൂട്യൂബ് നോക്കണ രേണു സുധിയെ സംബന്ധിച്ച് വരുന്നതിൻ്റെ അകത്തെ ഒരു ഡാൻസ് എന്തായിരുന്നു വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ പെരേര എടുത്തിട്ട് രേണു സുധിയെ എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടൊരു വട്ടം കറക്കുണ്ട്. ആ വട്ടം കറക്ക് കണ്ടാൽ തന്നെ തലയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാർ ശരിക്കും വട്ട് പിടിച്ച്, അല്ലെ ഒരു കിളി പോയ ആൾക്കാർ വട്ടം കറക്കുന്ന പോലെ തന്നെ. അത് കണ്ട കമൻറ്റ് മുഴുവൻ എങ്ങനെയാണ് നമുക്കും ഫസ്റ്റിലെ കാണുമ്പോൾ തന്നെ തോന്നും, ആരെയാണോ വട്ടം കറക്കുന്ന അവർ നിലത്ത് നിർത്തി ആ നിമിഷം താഴെ വീഴും. അതേപോലെ കാടൻ രീതിയിലുള്ള വട്ടം കറക്ക്. അവർ വല്ല പാട്ട് സീനിൽ അഭിനയിച്ചായിരിക്കും, ഷോർട്ട് ഫിലിമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതോ പാട്ട് സീനിൽ അഭിനയിച്ചിട്ട് വട്ടം കറക്കുന്നത്, എന്താണെന്ന് ബോധവും വിവരവും ഇല്ലാത്ത ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ രേണു സുധി അഭിനയിക്കാൻ പോയല്ലോ എന്ന് കമൻറ്റിലും ഉണ്ട്. എന്തായി കാണിക്കുന്നത് ഒന്നുമില്ല. അവസാനം പ്രതീഷ് എന്ന് പറയുന്ന ആ പയ്യൻ കയറി പിടിച്ചില്ല, രേണു സുധി വീഴും. അപ്പോൾ ആ സീനും കൂടെ ഒന്ന് കാണിക്കുക, എന്നിട്ട് ലിപ് ലോക്കിൻ്റെ വിഷയത്തിലുള്ള കാണിക്കും. പ്രതീക്ഷ പിടിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കഴുത്തൊഴിഞ്ഞ് ഹോസ്പിറ്റലിലാകും. ഈ പെരേരയുടെ ഒക്കെ കൂടെ അഭിനയിക്കാൻ പോകുന്ന എന്ത് ഉറപ്പിലാന്ന് സത്യമായിട്ടും നമുക്കറിയില്ല. അവരെ പോലെ തന്നെ തലയ്ക്ക് വല്ല കുഴപ്പവും രേണുവിനും ഉണ്ടോ എന്ന് സത്യമായിട്ടും നമുക്ക് തോന്നും. അത്രയ്ക്ക് ബോധവും വിവരവും ഇല്ലാതെ നടക്കുന്നവരാണ്. അവരുടെയൊക്കെ കൂടെയാണ് അവരെയൊക്കെയാണ് അഭിനയിക്കാൻ വേണ്ടി. ഇതൊക്കെ എന്ത് ഫിലിമാണോ എന്തെങ്കിലും നമുക്ക് തോന്നുമോ കണ്ട? ഇതെന്താണോ ഈ ചെയ്യുന്നറിയില്ല. അടുത്താണ് ആ തർക്കം കേട്ടോ, അതൊന്ന് കാണാം. ലിപ് ലോക്കിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നാളും രേണു സുധിയുടെ അഭിനയത്തിൻ്റെ സെറ്റുകൾ, ഷൂട്ടിംഗ് ഇതെല്ലാം കണ്ടതി വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായത്തിൽ ഈ ദാസേട്ടൻ കോഴിക്കോടാണേലും അതേപോലെ രജിസ്റ്റാറാണേലും അല്ലെ അവരാരാണെങ്കിലും ഒരു രേണുവിനോട് ഈ പറയുന്ന വലിയ സ്നേഹവും ആത്മാർത്ഥതയുള്ളതായിട്ടൊന്നും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ പ്രതീഷോ ഈ പറയുന്ന ഒരു പയ്യൻ, ഇപ്പം ആ വട്ടം കറക്കി പെടുത്ത ആ പയ്യൻ വളരെ മര്യാദയായിട്ടും എവിടെ ഒരു കെയറിങ്, ഒരു സംരക്ഷണം പോലെ ആ പയ്യൻ നിൽക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. ഒന്നുകിൽ ഭർത്താവില്ലാത്ത ഒരു വിധവയായ ഒരു സ്ത്രീയെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു, അതിനെ ഒരുമാതിരിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ ഇങ്ങനെ ഈ ആറാട്ടണ്ണൻ്റെ കൂടെയും പെരേരയുടെ കൂടെയൊക്കെ അഭിനയിച്ച് വന്ന എന്ത് ആവും എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ പയ്യൻ തലയിൽ അത്യാവശ്യം ആൾതാമസം ഉള്ള പോലെയാണ് തോന്നുന്നത്. കാരണം ഒരു കെയറിങ് മൈൻഡ് ആ പയ്യൻ കാണിക്കുന്നുണ്ട്. ഒരു നല്ല പയ്യനായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ ലോകത്തെ മൊത്തം കാപട്യം നിറഞ്ഞൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ
എന്താണ് പറയണ്ടേ, രാജ്യവിരുദ്ധവും തീവ്രവാദവും ഒക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിലൊക്കെ വെച്ച് ഇടയ്ക്കൂടെ വല്ലപ്പോഴും മാത്രമേ നല്ലതുള്ളൂ. അതിൽ ഒരാളാണ് ഈ പയ്യൻ. നമുക്ക് ചിലരെയല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത്ര മോശമായിക്കൊണ്ടിരിക്കുക മലയാളികൾ, വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു മലയാളിയുടെ അവസ്ഥ. അപ്പോൾ ചിലരെയൊക്കെ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ട് തോന്നി. അപ്പം അലൻ ജോസ് പെരേരയുടെയൊക്കെ ആ ഷൂട്ടിങ് കാണുമ്പോൾ തന്നെ എന്താ കാണിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. വെറുതെ എന്താണ് അവർ തിയേറ്ററിൽ കിടന്ന് വെറുതെ ഓരോന്ന് തിയേറ്ററിൻ്റെ റിവ്യൂ പറഞ്ഞ് വിവരക്കേട് വിളിച്ച് പറഞ്ഞ് ആളായവരാണ് ശരിക്കും പറഞ്ഞാൽ ആറാട്ടണ്ണനും പെരേരയൊക്കെ. അവരെയൊക്കെ ഒരു കഥാപാത്രം കൊടുത്തിട്ട് അവരുടെ കൂടെയൊക്കെ ഈ രേണുസുധിയെ പോലത്തെ ഒരു സ്ത്രീയെ വിളിച്ച് അഭിനയിപ്പിക്കുന്ന ഇവന്മാരൊക്കെ എന്നാ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ നോക്കിയും കണ്ടും നിന്നില്ലേ രജിസാർ അന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ലിപ് ലോക്ക് ചെയ്യണമെന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ലിപ് ലോക്കിൻ്റെ കാര്യമില്ല. വിദേശത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് അത്. മലയാള സിനിമയിൽ ഇനിയിപ്പം ചെയ്യാൻ ആരുമില്ല. ടൊവിനെയും കുഞ്ചാക്ക ബോബൻ അങ്ങനെയുള്ള ആസിഫ് അലി അങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അതെടുക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നായികയൊക്കെ ആയിട്ട് വരുന്നവരാണ് അതിന് തയ്യാറായി വരുന്നത്. പിന്നീട് അവർ സ്റ്റാർ ആകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു ആൽബമോ ഷോർട്ട് ഫിലിമോ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അകത്ത് ലിപ് ലോക്കിൻ്റെ ഒരു കാര്യം വരുന്നില്ല. അങ്ങനെ എഴുതി വെച്ചാൽ അപ്പം തന്നെ നല്ലത് പറഞ്ഞ് നോ പറഞ്ഞാൽ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു തൻ്റെ ഇടം രേണുസുധി കാണിക്കണം. അല്ലാതെ ഈ പ്രജീഷ് നിന്ന് സഹായിക്കാൻ നിൽക്കുന്നതിനെക്കാട്ടും ഇത് രേണു നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് ശീലിക്കണം. കാരണം ഒറ്റയ്ക്കുള്ള യാത്രയാണ് ലൈഫ്. ഇനി അങ്ങോട്ട് എന്തിന് ആള് വലിപ്പമില്ല, അധികം തൂക്കവും വലിപ്പവും ഇല്ലെങ്കിലും അവൾ ആള് പെശകാണ്, അവളോടടുക്കാൻ അങ്ങനെ പറ്റത്തില്ല എന്നൊരു മെസ്സേജ് സ്വന്തമായിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മളൊരു പാവം പോലെ നിന്നിട്ടുണ്ടെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ സിനിമാ ലോകമാണ്. എവിടെയെല്ലാം ചതിക്കുഴി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ആ ചതിക്കുഴി കൊണ്ട് ഉന്തിയിടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് കയറാൻ മേലാത്ത അവസ്ഥയാകും. അതറിഞ്ഞുകൊണ്ട് വേണം ഓരോ ചുവടും സിനിമാ ലോകത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പണി കിട്ടിയിരിക്കും. ഈ പ്രതീഷ് എന്ന് പറഞ്ഞ പ്രതീഷിനെ മാത്രം കണ്ടിട്ട് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ആ പയ്യൻ ഒരു ആത്മാർത്ഥമുള്ളതായിരിക്കും. ആ പയ്യൻ്റെ ഒരു കൂട്ടോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്, മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചതിക്കുഴി കൊണ്ട് പെടുത്താൻ ചാൻസ് ഇല്ല. ബാക്കി ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റിയല്ല. എല്ലാവരും അവനവൻ്റെ കാര്യം കാണാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവർ മാത്രമാണ് സിനിമാ ലോകത്തുള്ളത് പ്രത്യേകിച്ചും. പിന്നെ ഇതൊന്നും സിനിമയുടെ ഒരറ്റത്ത് പിടിക്കുന്ന സംഭവമാണ്. ഈ ആൽബം, ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എപ്പോൾ വന്നു എപ്പോൾ പോയി ഇതൊന്നും നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ സംഗതി. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.